ഗുഡ് ഈവനിങ്. ഏവർക്കും സ്നേഹവന്ദനം. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഓർമ്മകൾ പുതുക്കി ഒരു പൊന്നോണം കൂടി ഇതാ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നെത്തിയിരിക്കുന്നു. നമ്മുടെ ഇടവകയുടെ സ്നേഹനിധികളായ മുതിർന്ന പൗരന്മാരുടെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഒരുമിച്ച് ചേർത്ത് ആഘോഷിക്കുന്ന ഈ ഓണാഘോഷ പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. എല്ലാ ആഘോഷങ്ങൾക്കും ഒരു തുടക്കമിടുന്നത് പ്രാർത്ഥനയോടെയാണ്. ആദ്യമായി നമ്മളുടെ ഇടവക വികാരി ബഹുമാനപ്പെട്ട റെവറൻ ബിജു ജോൺ അച്ഛൻ്റെ പ്രാർത്ഥനയോടെ ഈ ആഘോഷത്തിന് തുടക്കം കുറിക്കുന്നു. അച്ഛനെ പ്രാർത്ഥനയ്ക്കായി ക്ഷണിക്കും. നിത്യനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സന്ധിയിൽ നിന്റെ സന്നിധിയിൽ അടുത്തു വരുവാൻ, കൂട്ടായ്മയെ ആചരിപ്പാൻ കർത്താവ് നൽകിയ കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, ഇപ്രകാരമുള്ള ഞങ്ങളുടെ സംഗമങ്ങളൊക്കെ ഏറ്റവും അനുഗ്രഹീതമായി മാറുവാൻ തക്കവണ്ണം ദൈവകൃപ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഒക്കെ പങ്കുവെക്കലിൻ്റെയും അനുഭവങ്ങളായി കർത്താവ് ഇത്തരമുള്ള കൂട്ടായ്മകളെ നീ മാറ്റുന്നതിനായി സ്തോത്രം. കർത്താവ് മുതിർന്ന പൗരന്മാരുടെ ഒരുമിച്ചുള്ള കൂട്ടായ്മയായി പ്രകാരം കൂടുവാൻ തക്കവണ്ണം കർത്താവ് നൽകിയ കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, വ്യത്യസ്തമായ വിഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം ഒരുക്കത്തോടെ കൊണ്ടുവന്ന പ്രിയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെല്ലാം അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സന്ധ്യയിലെ എല്ലാ പ്രോഗ്രാമിലും ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആരോഗ്യവും സൗഖ്യവും നൽകണമേ. കർത്താവെ, അവിടുത്തെ രക്തക്കോട്ടകൾ ഞങ്ങളെ മറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സന്ധ്യയിൽ ദൈവത്തിൻ്റെ വലിയ കൃപ അനുഭവിപ്പാൻ, നന്മ അനുഭവിപ്പാൻ, സന്തോഷം അനുഭവിപ്പാൻ, കൂട്ടായ്മ അനുഭവിപ്പാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീനതകളെ തുണനിൽക്കുന്ന ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം, അനുഗ്രഹം ഇന്ന് സന്ധ്യയിൽ കർത്താവെ ഞങ്ങൾ അനുഭവിപ്പാൻ തക്കവണ്ണം കർത്താവ് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആഗ്രഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കൂട്ടിവരുത്തുമാറാകണമേ. ഒരുമിച്ചുള്ള ഞങ്ങളുടെ ഇന്നത്തെ സന്ധ്യയിലെ കൂട്ടായ്മ ഏറ്റവും അനുഗ്രഹമായി മാറുവാൻ തക്കണം, സന്തോഷമായി മാറുവാൻ തക്കണം, ഞങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് എനർജിയായി മാറുവാൻ തക്കണം കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണമേ, നന്മയെ നിറയ്ക്കണമേ, ആദിയോടൊന്നും കൃപ വ്യാപരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥനകൾക്ക് മാറാകണമേ. ആമേൻ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. അടുത്തതായിട്ട് സ്വാഗത പ്രസംഗത്തിനായി മിസ്റ്റർ ഐ ജോണിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 2025 ഒരു പ്രാവശ്യം കൂടെ ഓണം ആഘോഷിക്കാൻ ദൈവം അനുവദിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഓണം എന്ന് പറയുന്നത് നമുക്ക് അറിയാം, നമ്മൾ ജനിച്ച നാൾ മുതൽ നമ്മൾ കണ്ടു വളർന്ന ചില ജീവിത അനുഭവങ്ങളുണ്ട്. ഞാൻ താമസിക്കുന്നത് ഇരുവേറൂർ എന്ന സ്ഥലത്താണ്. അവിടെ അത്തം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഓണത്തെക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പൂരാടം എന്ന് പറയുന്നൊരു സംഭവമാണ്. ഈ പൂരാടം, ഉത്രാടം, തിരുവോണം എന്നാണ്. അപ്പോൾ പൂരാടത്തിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ, ആ നാട്ടിലുള്ള പണ്ട് ദാരിദ്ര്യവും ബുദ്ധിമുട്ടും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തെ സ്മരിച്ചുകൊണ്ടായിരിക്കാം ആ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങൾക്കും, എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടും പ്രയാസത്തിലുള്ള മുഴുവൻ ജനങ്ങളും നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരും. അത് വരിവരിയായിട്ടാണ് കടന്നു വരുന്നത്. അവർ ഒരു ചാക്ക്, സഞ്ചികളെ, കുഞ്ഞുങ്ങൾ വരെ കാണും. അവർക്കെല്ലാം നമ്മൾ അരി അല്ലെ നെല്ല് വാങ്ങി സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ചെന്നാൽ നെല്ല് എല്ലാവർക്കും അവരുടെ സഞ്ചിയിലിട്ട് കൊടുക്കും. അപ്പോൾ ഒരു ദേശത്തുള്ളവർ മുഴുവൻ ഒരേ അരിയാണ് വാങ്ങി അവരുടെ വീട്ടിൽ വെച്ചിരിക്കുന്നത്, ഇത് കുറക്ക് കൊടുക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ശർക്കര, തേങ്ങ, ഇത് വരുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം കൊടുക്കും. അങ്ങനെ നമ്മൾ എന്തിനു വേണ്ടിയാണ്, അടുത്ത 2 ദിവസം കഴിഞ്ഞാൽ ഓണമാണ്. ഈ ഓണത്തിന് ആഘോഷിക്കാനും അവരുടെ പട്ടിണി മാറ്റാനും അവരുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു വലിയ ഒരു അനുഭവമാണ്. ആ അനുഭവത്തിലാണ് പൂരാടം തുടങ്ങുന്നത്. അത് കഴിഞ്ഞാണ് ഉത്രാടം. ഉത്രാടത്തിൽ ഈ സാധനങ്ങളെല്ലാം കുക്ക് ചെയ്യുന്നതിന് നാട്ടിൽ ഉത്രാട പാചലെന്നാണ് പറയുന്നത്. സ്ത്രീകൾക്കെല്ലാം വെപ്രാളമാണ്. ഒരു പരിധി വരെ പറഞ്ഞാൽ, ഇന്നലെ നമ്മുടെ സീനിയർ സിറ്റിസണിലെ എല്ലാ കുടുംബങ്ങളിലും ഞാൻ പലരെയും വിളിച്ചപ്പം മാർക്കറ്റിലും ഷോപ്പിങ്ങിലും കടകളിലും ആണ് ഭയങ്കര തിരക്കാണെന്നാണ് പറഞ്ഞത്. പല ഐറ്റംസ് വാങ്ങുക. അങ്ങനെ ഒരു തിരക്ക് പിടിച്ച ഒരു ലൈഫിൻ്റെ അനുഭവമാണ് ഉത്രാടം. അത് കഴിഞ്ഞാണ് തിരുവോണത്തിലേക്ക് കടക്കുന്നത്. അങ്ങനെ ഒരു ഉത്രാടത്തിൻ്റെ ദിവസം നാളുകൊണ്ടല്ലായിരുന്നെങ്കിലും ദിവസം കൊണ്ട് ഇന്നലെ ആയിരുന്നു സീനിയർ സിറ്റിസൺ കുടുംബാംഗങ്ങളുടെ ഭവനങ്ങളിൽ. ഇന്ന് അവരെ എല്ലാവരും ഭംഗിയായി ഡ്രസ്സും ധരിച്ച് ഭക്ഷണം നല്ല രീതിയിൽ ക്രമീകരിച്ച് എല്ലാവരും ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അവരെ സ്വാഗതം ചെയ്യുക എന്നുള്ള എൻ്റെ കർത്തവ്യം.
അതുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് നമ്മുടെ പ്രസിഡൻ്റായിരിക്കുന്നതും നമ്മുടെ ചർച്ച വികാരിയായിരിക്കുന്നതുമായ ബഹുമാനപ്പെട്ട ബിജു ജോൺ അച്ഛനാണ്. അദ്ദേഹത്തെ ഞാൻ സീനിയർ സിറ്റിസൺ നാമത്തിൽ വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടെയും കൂടെ നിങ്ങളുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റായിട്ടുള്ളത് ബഹുമാനപ്പെട്ട അനീഷ് ശൗമേൽ ജോണച്ചനാണ്. നമ്മുടെ സഹോദര ഇടവകയിലെ സെൻറ്റ് പോൾസ് പള്ളിയിൽ നിന്ന് ഇന്ന് പെട്ടെന്ന് എന്നോട് വിളിച്ചു പറഞ്ഞു അദ്ദേഹം അല്പം താമസിക്കും എന്ന്, അതുകൊണ്ട് മീറ്റിംഗ് തുടങ്ങിക്കോളാൻ പറഞ്ഞു. അല്പം ലേറ്റ് ആകുമെങ്കിലും അദ്ദേഹം നമ്മുടെ മീറ്റിങ്ങിലേക്ക് കടന്നു വരും. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ ഞാൻ അദ്ദേഹത്തിനുള്ള സ്വാഗതം കുടുംബത്തോടൊപ്പം അദ്ദേഹത്തെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്തു. പിന്നെ സ്വാഗതം പറയാനുള്ളത് നമ്മുടെ ശൗമേൽ വർഗീസ് അച്ഛനാണ്. അച്ഛൻ സീനിയർ സിറ്റിസണിലെ കുടുംബാംഗമാണ്. നമ്മുടെ സമീപത്ത് തന്നെ ഉണ്ട്. അദ്ദേഹം ഒരു മീറ്റിങ്ങിൽ ബിസിയാണ്. എങ്കിലും ഈ മീറ്റിങ്ങിന് കടന്നു വരുമെന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അച്ഛൻ്റെ കൊച്ചമ്മ ഇവിടെ ഉണ്ട്. എല്ലാവരെയും ഒരിക്കൽ കൂടെ ഈ സീനിയർ സിറ്റിസൺ നാമത്തിൽ സ്വാഗതം ചെയ്തു. പിന്നെ ഈ സീനിയർ സിറ്റിസണിലെ നമ്മുടെ കുടുംബാംഗങ്ങളുണ്ട്. സീനിയർ സിറ്റിസണിലെ എല്ലാ കുടുംബത്തിലെയും അംഗങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടുവരണമെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. എല്ലാ കുടുംബാംഗങ്ങളും കടന്നു വന്നിട്ടുണ്ട്. അവരുടെ സുഹൃത്തുക്കളുണ്ട്, അവരുടെ ബന്ധുക്കളുണ്ട്. പിന്നെ നമ്മുടെ ഇടവകയിലെ കൈസാന സമിതി ഓഫീസ് വേഴ്സുണ്ട്. നമ്മുടെ തന്നെ വൈസ് പ്രസിഡൻറ്റും സെക്രട്ടറിയും ഒക്കെ നമ്മുടെ മെമ്പറാണ്, സീനിയർ സിറ്റിസൺ മെമ്പേഴ്സാണ്. അങ്ങനെ എല്ലാവരെയും ഒറ്റ നാമത്തിൽ ഒറ്റ വാക്കിൽ ഞാൻ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരെയും സീനിയർ സിറ്റിസൺ നാമത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി അയ്യപ്പങ്കൾ. ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടെ നമുക്ക് ഇന്നത്തെ ആഘോഷങ്ങളിലേക്ക് കടക്കാം. ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മകളും നല്ല പാഠങ്ങളും നമ്മുടെ ഹൃദയങ്ങളിൽ നിറച്ചുകൊണ്ട് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. ഓണസദ്യ പോലെ നിറയെ വിഭവങ്ങളുമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. അപ്പോൾ ഒട്ടും വൈകിക്കാതെ നമുക്ക് പരിപാടിക്ക് തുടങ്ങിയാലോ? അപ്പോൾ പ്രായം വെറും ഒരു നമ്പർ മാത്രമാണെന്ന് തെളിയിച്ചുകൊണ്ട്, വെറും നമ്പറാണ് എന്ന് തെളിയിച്ചുകൊണ്ട് യുവത്വമുള്ള മനസ്സുമായിട്ട് നമ്മുടെ കൊയർ അംഗങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. അവരെ ഒരു മനോഹരമായ ഗാനം ആലപിക്കുന്നതിനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു.
അടുത്തത് നമുക്ക് നമ്മുടെ ചെവികൾക്ക് കുളിർമയേകുന്ന ഒരു പാട്ടാണ്. ഒരു സൂപ്പർ പാട്ടുമായി മിസ്റ്റർ വർഗീസ് തോമസിനെ ക്ഷണിക്കുന്നു. 2003 ഫാദർ ഫൗൺസ്റ്റീൻ എഴുതി ടി.എ. മജീദ് സംഗീതം ചെയ്ത് രക്തപുഷ്പം എന്ന ഒരു നാടകത്തിലെ പാട്ടാണ്. ഒരു മനോഹരമായ ഒരു ക്രിസ്തീയ ഗാനമാണ്. കത്തിച്ച ദീപവും കൈകളിലേന്തി കാത്തിരിക്കുന്നു ഞാൻ, കർത്താവേ നീ വരുമോ, വേഗം നീ വരുമോ. കത്തിച്ച ദീപവും കൈകളിലേന്തി കാത്തിരിക്കുന്നു ഞാൻ, കർത്താവേ നീ വരുമോ, വേഗം നീ വരുമോ. കരളിൻ്റെ മണിയറയ്ക്കുള്ളിൽ നിനക്കൊരു മലർമഞ്ചവുമൊരുക്കി, എരിയുന്ന സ്നേഹമം കുന്തിരിക്കത്തിൻ്റെ മരിമണവും പരത്തി, എരിയുന്ന സ്നേഹമം കുന്തിരിക്കത്തിൻ്റെ പരിമളവും പരത്തി. ആ കത്തിച്ച ദീപവും കൈകളിലേന്തി കാത്തിരിക്കുന്നു ഞാൻ, കർത്താവേ നീ വരുമോ, വേഗം നീ വരുമോ. ഇരുളിൻ്റെ പാതയിൽ ചൊരിയുന്ന മാരിയിൽ മാരുതനായി ഞടിച്ചിടുമ്പോൾ, ഇരുളിൻ്റെ പാതയിൽ ചൊരിയുന്ന മാരിയിൽ മാരുതനായി ഞടിച്ചിടുമ്പോൾ, ഈ ദീപനാളം അണയാതിരിക്കുവാൻ നീ തന്നെ കാത്തരുളേണമേ, നീ തന്നെ കാത്തരുളേണമേ. ആ കത്തിച്ച ദീപവും കൈകളിലേന്തി കാത്തിരിക്കുന്നു ഞാൻ, കർത്താവേ നീ വരുമോ, വേഗം നീ വരുമോ. കത്തിച്ച ദീപവും കൈകളിലേന്തി കാത്തിരിക്കുന്നു ഞാൻ, കർത്താവേ നീ വരുമോ, വേഗം നീ വരുമോ. നല്ലൊരു ഗാനം ആലപിച്ച വർഗീസ് അങ്കിളിനോട് നന്ദി അറിയിച്ചോളും. അടുത്തതായിട്ട് ലേലമാണ്. ഒരു വാഴക്കുലയും ഒരു സ്ക്വാഷും ഉണ്ട്. ലേലം കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി ജോൺസൺ അങ്കിളിനെ ക്ഷണിക്കുകയാണ്. നമസ്കാരം. ബഹുമാനപ്പെട്ട അച്ഛൻ, ബാക്കിയെല്ലാ ഇടവയുടെ സീനിയർ സിറ്റിസൺ കുടുംബാംഗങ്ങൾക്ക് സ്നേഹവന്ദനം. നമ്മുടെ ഓണാഘോഷങ്ങൾ ഇങ്ങനെ ഓരോ സംഘടനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സീനിയർ സിറ്റിസണിലേക്ക് എത്തി. ഇനി അവന് വേറെ ആഘോഷങ്ങളുണ്ടോയെന്ന് അറിയത്തില്ല, ചിലപ്പോൾ പലരും കാണുമായിരിക്കും. സീനിയർ സിറ്റിസണിലെല്ലാം ഒരിക്കൽ കൂടി പങ്കെടുക്കുവാൻ ദൈവം സഹായിച്ച് കൃപയ്ക്കായിട്ട് സ്തുതിക്കുന്നു. ഓപ്ഷൻ ഇവിടെ പറഞ്ഞതുപോലെ നമുക്ക് എല്ലാ സംഘടനയും ഇപ്പോൾ ഓപ്ഷൻ നടന്നുകൊണ്ട് ഒരു ചൂടാത്ത ഒരു പ്രോഗ്രാമായിട്ട് മാറിയിരിക്കുകയാണ്. എല്ലാവരുടെയും ഇഷ്ടപൂർവമായ ഒരു പഴക്കുലയാണ് ഇവിടെ ആദ്യം ലേലം ചെയ്യാൻ പോകുന്നത്. ഇത് പഴം ഏകദേശമൊക്കെ എല്ലാം പഴുത്തിരിക്കും. നമ്മുടെ പ്രായത്തിനനുസരിച്ച് നമുക്ക് പല്ലില്ലാത്തവർക്കും പറ്റുന്ന ഒരു ഫുഡായിട്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ. അതുകൊണ്ട് ആർക്കും ലേലം വിളിക്കാം. 5 ദിനാറ് ഏകദേശം 10-15 കിലോളം കാണും. 5 ദിനാറ് നമ്മളിത് ലേലം വിളിക്കുന്നത് എനിക്ക് തോന്നുന്നു വീട്ടിൽ കൊണ്ടുപോകാൻ ഒക്കെയെന്ന് തോന്നുന്നില്ല. ഇവിടെ തന്നെ കഴിച്ചു തീർക്കേണ്ടി വരും.
1 ദിനാർ, 1 ദിനാർ ഒന്ന് നോട്ട് ചെയ്തോണേ. ഇതാരാ? 1 ദിനാർ, 1 ദിനാർ, 1 ദിനാർ, 1 ദിനാർ സ്റ്റാർട്ട് ചെയ്തു. 1 ദിനാർ, 2 ദിനാർ. അലക്സ് 2 ദിനാർ വിളിച്ചിരിക്കുന്നു. പിന്നെ കന്നിവീർ തന്നെ വിളിച്ചു. 2 ദിനാർ. പൈസ ഉണ്ടെങ്കിൽ തരുമോ അല്ലെങ്കിൽ നോട്ട് ചെയ്യുമോ? ഇവിടെ 3 ദിനാർ, 3 ദിനാർ, 3 ദിനാർ അയപ്പിച്ചാൽ 3 ദിനാർ, 4 ദിനാർ, 4 ദിനാർ, 3 അയപ്പിച്ചാൽ വിളിച്ചു. 4 ജോസ് തോമസ്, ജോസ് 4 ദിനാർ, 4 ദിനാർ, 5 ദിനാർ ജോൺ വിളിച്ചു. 5 ദിനാർ. പേരൊന്ന് പറയണേ, ഒരു മിനിറ്റ്. 5 ദിനാർ. മാത്യു സംഘ 6 ദിനാർ. എബിച്ചൻ അവിടെ വിളിച്ചു. 7 ദിനാർ, 7 ദിനാർ, 7 ദിനാർ, 8 ദിനാർ ജോൺ 8 ദിനാർ, 8 ദിനാർ, 9 ദിനാർ ചെറിയാച്ചൻ 9 ദിനാർ, 9 ദിനാർ, 10 ദിനാർ മോളിമാവ് 10 ദിനാർ, 10 ദിനാർ, 11 ദിനാർ, 11 ദിനാർ ഫിലിപ്പ് വയനാട് വീണ്ടും 11 ദിനാർ, 11 ദിനാർ, 12 ദിനാർ, 12 ദിനാർ, 13 ദിനാർ, 13 ദിനാർ, 13 ദിനാർ, 15 ദിനാർ, 2 ദിനാർ സോറി എഴുതി. 15 ദിനാർ, 15 ദിനാർ, 16 ദിനാർ. ചാൾസ് സമയം അധികം ഇല്ല, പെട്ടെന്ന് അടിക്കും, പെട്ടെന്ന് പറഞ്ഞോണം. 16 ദിനാർ. അതിൻ്റെ അടുത്ത് കൊണ്ടിരുന്നു. 16 ദിനാർ ചാൾസ്, 16 ദിനാർ, 17 ദിനാർ കെവിൻ, 17 ദിനാർ, 18 ദിനാർ, 18 വേണ്ട ജോമോനെ പിടിക്കാൻ വെയിറ്റ് ഉണ്ട്. 18 ദിനാർ, 18 ദിനാർ, 18 ദിനാർ, 18 ദിനാർ, 18 ദിനാർ. ദേശമൊക്കെ സമയം അടുത്ത് വരുന്നുണ്ട്. 18 ദിനാർ, 18 ദിനാർ, 19 ദിനാർ റജി 19 ദിനാർ ക്ലിയറേഷൻ റജി 19 ദിനാർ, 19 ദിനാർ, 20 ദിനാർ നമ്മുടെ ചാക്കോച്ച 20 ദിനാർ, ചാക്കോ പി 20 ദിനാർ, 21 ദിനാർ മോനച്ച് 21 ദിനാർ, 30 ദിനാർ ഇവിടെ ആരുടെ കൈ കാണിച്ചായിരുന്നു. നമ്മുടെ സൂസൻ ചാക്കോ 31 ദിനാർ, 31, 32 പേരാ ഡബിൾ വെക്കട്ടെ. 32 പറഞ്ഞു റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ. റെക്കോർഡിംഗ് ഉള്ളൂ. 32 ദിനാർ, 32 ദിനാർ ഒരാളും വിളിച്ചിരുന്നു. 32 ദിനാർ, 32, 36 അവിടുന്ന് മാറിയിരിക്കും കേട്ടോ. 36 ദിനാർ, 36 ദിനാർ, 36 ചാൾസ്, 36 ദിനാർ, 36 ദിനാർ. പ്രദീപ് കാര്യങ്ങളൊക്കെ മനസ്സിലായി. നമ്മൾ ഓപ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് 3 മിനിറ്റേ വെച്ചിട്ടുള്ളൂ. 2 മിനിറ്റായി. ഓരോരോ ദിനാർ വിളിക്കാം. 37 ദിനാർ ജോണച്ചാൻ, ജോൺ മാത്യു, 38 ദിനാർ പ്രദീപ് ഇരുന്നില്ല, അനുഭവം തുടങ്ങി. 38 ദിനാർ, 38 ദിനാർ, 38 ദിനാർ, 39 ദിനാർ സുരേഷ് കോശി. ചെറിയാഴ്ച 40 ദിനാർ, 40 പ്രകാശ് വരണ്ട, പ്രകാശ് ചാൻസ് തരാം. 40 ദിനാർ, 41 പ്രകാശ് 41, 45 തോമസ്, എപ്പോഴും രണ്ടുപേരും 45 ഇവരെ അടുത്തടുത്ത് താമസിക്കുന്നതാന്ന് തോന്നുന്നു അല്ലേ. 45, 46 ഒരു തരം, 46 കുഞ്ഞു അലക്സാണ്ടർ 77, 77 ആയോ 77 ദിനാർ കണ്ടോ. ഭാഗ്യം വന്നില്ലേ 77. നമുക്ക് ഭാഗ്യം കഴിക്കാൻ. 77 ദിനാർ റാങ്കിന് ബോംബെ ഓപ്ഷൻ ഉറപ്പിച്ചിരിക്കുകയാണ്. താങ്ക് യു. പങ്കെടുത്ത എല്ലാവരും നന്ദി. നമ്മൾ പോകുമ്പോൾ ഒരു സ്റ്റൈലൊക്കെ വേണ്ടായോ? ഒരു കണ്ണാടിയൊക്കെ ഇട്ടുകൊണ്ട് കണ്ണാടിയൊക്കെ ഇട്ട് നല്ലതായിരിക്കും. ഒരു സൂപ്പർ കണ്ണാടിയാണ്, സൂപ്പർ ഡൂപ്പ്, പുതിയ ഫാഷനാണ് കേട്ടോ. ഇന്ന് കൊള്ളാമോ? ജെൻസിന്റെ ആണ്, പുതിയ ട്രെൻഡാ. ഇപ്പൊ എല്ലാവരും റേബാൻഡൊക്കെ മാറി ഈ ഒരു ട്രെൻഡിലൊക്കെ വന്നിരിക്കുക. ഗ്യാരണ്ടീഡാണ്, ഗ്യാരണ്ടി. 21 ദിനാർ, 21 ദിനാർ, 22 ദിനാർ. മനസ്സ് ഇതൊക്കെ വെച്ച് പള്ളിയിലൊക്കെ രാവിലെ വരണം. 21 മതമാക്കി വരുമ്പോൾ മാറ്റിയാൽ മതി. തന്നെ അലക്സനെ വിളിക്കൂ. 23 ദിനാർ, 23 ഒരു തരം, 23 ദിനാർ ഒരു തരം, 25 2 തരം,
25 2 വാരം, 25 25 25 3 വാരം. ഓക്കെ, ഇതും 20 ദിനാറ്, സ്റ്റാർട്ടിങ് 20 ബീഡി, 20 ദിനാറ്. ഒന്ന് വെച്ചേ, ഒന്ന് നാട്ടിലൊക്കെ പോണ്ടായോ? 20 ദിനാറ്, 20 ദിനാറ്, 20 ദിനാറ്, 20 ദിനാറ്. കൊച്ചമ്മ നാട്ടിൽ പോകുന്നു പറ അല്ലെ? എമർജൻസി എല്ലാം പോകുന്നുണ്ടോ? ഇല്ല, കൊച്ചമ്മ ചോദിച്ചു. എല്ലാരും നോക്കട്ടെ, ലുക്ക് നോക്കട്ടെ. 21 ദിനാറ് എന്നോടാ കളി ഇല്ലയോ? 21 ദിനാറ്, 23 ദിനാറ്, 23 ദിനാറ്. കൊല്ലം ഭാഗത്തോടൊന്നും പോകല്ലേ, കൊല്ലത്തോടൊന്നും പോകല്ലേ. 23 ദിനാറ്, 23 ദിനാറ്, 23 23 23 24 ദിനാറ്. അലക്സ് 24. അലക്സ് വിട്ട് കൊടുക്കത്തില്ല, കാരണം അലക്സ് വായിച്ചപ്പം രജിനമായിക്കൂടെ കൊടുത്തില്ലെങ്കിൽ ഗൗരവം അറിയും. 24 ദിനാറ്, 24 ദിനാറ്, വെച്ച് നോക്കണോ? 25 ദിനാറ് പോയി ഇരിക്കാൻ ചാൻസ് ഇല്ല കേട്ടോ. 25 ദിനാറ്, 20. അമ്മായിക്ക് ഇഷ്ടപ്പെട്ടു, കൊല്ലത്തോടൊക്കെ വിറ്റിട്ട് പോകാനുള്ള പരിപാടിയാ. 25 ദിനാറ്. കൊല്ലം ഇവിടെ കടൽ തീരത്ത് കൂടെ ഒക്കെ വെച്ചിട്ട് പാട്ടൊക്കെ പാടി പോയി കഴിഞ്ഞാൽ 25 ദിനാറ്. 25 ദിനാറ്. ആന്ധ്ര പോകുന്നുണ്ടോ? അന്നേരം ബെസ്റ്റാ, ആന്ധ്രയ്ക്ക് മറ്റേ ഇത്. 25 ഉറപ്പിക്കാൻ പോകും. ഒരു നേരം 26. അലക്സ് വിടത്തില്ല, ഇവിടെ ബുക്ക് ചെയ്തിരിക്കും. 26 ദിനാറ്, 26 ദിനാറ്. അതെ അറിയാതെ 26 ദിനാറ്, 26 ഒരു നേരം. 2 അലക്സിന് കൊടുക്കണോ? 26 ഒരു നേരം, 26 26 26 26 ഒരു നേരം, 26 27 27 30 ദിനാറ് ഒരു നേരം, 30 ദിനാറ് 2 നേരം, 30 ദിനാറ് 30 ദിനാറ് 30 ദിനാറ് 3 നേരം. നല്ല കയറി കൊടുത്തോണ്ടോ? ഈ കടറേണ്ട ആരും തെറ്റിദ്ധരിക്കണ്ട. 5 ദിനാറ്, 5 ദിനാറ്, 5 ദിനാറ് സുരേഷ് ഘോഷ്, 5 ദിനാറ്, 5 ദിനാറ് സുരേഷിനെ മറികടക്കാൻ അല്ലുണ്ടോ? 10 ദിനാറ്. 15 ദിനാറ്, 15 ദിനാറ് 3 നേരം. തോമസ് ചെറിയങ്ങൾ 15 ദിനാറ്. താങ്ക് യു. 10 ദിനാറ്, 10 ദിനാറ്. നമ്മുടെ കണ്ണാടി ഓപ്ഷനിൽ ആളുടെ ഒരു പവർ നോക്കി ബാക്കിയോട്ടൊക്കെ നോക്ക്. ആളുടെ പവർ അച്ഛോ ഇതൊരു നോക്ക്. ഇന്നത്തെ സൂപ്പർ ലേഡിയാ. 10 ദിനാറ്, 10 ദിനാറ്, 10 ദിനാറ് ഉറപ്പിക്കാൻ പോകുന്നു. 10 ദിനാറ്, 10 ദിനാറ് 2 നേരം, 10 ദിനാറ് ഒരു നേരം, 2 നേരം, 10 ദിനാറ്, 10 ദിനാറ്, 10 ദിനാറ് 3 നേരം. ആദ്യത്തെ 15, രണ്ടാമത്തെ 10. എന്തെങ്കിലും മഴയായിക്കത്തിരിക്കുന്നത് ആരോ നിങ്ങൾ തീരുമാനിക്കും ആർക്ക് വേണമെന്ന്. 6 ദിനാറ്, 7 ദിനാറ്, 9 ദിനാറ്. അച്ഛൻ മുന്നേ വിളിച്ചു 9 ദിനാറ്, 9 ദിനാറ്, 10 ദിനാറ്. പ്രതീ കഴിച്ചപ്പോൾ ചാൻസ് ആയിരിക്കും ഇങ്ങനെ എനിക്കൊന്നും വേണ്ട ചിന്തിക്കും. അതുകൊണ്ട് 10 ദിനാറ്. 11 ദിനാറ്, 11 ദിനാറ്. മുളക വിളിച്ച് 11 ദിനാറ്. 12 ദിനാറ്, 12 അജി വിളിച്ച് 12 ദിനാറ്. 13 ദിനാറ് മുളക 13 ദിനാറ് പോയി. 13 ദിനാറ്, 13 ദിനാറ് ഒരു നേരം, 2 നേരം, 13 ദിനാറ് 3 നേരം. ഒളിവായിക്ക് 13 ദിനാറ് 3 നേരം. ഇവിടുത്തെ ഏറ്റവും യങ് കപ്പിൾസിനെ ഒരു ഫാഷൻ ഷോയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ബെസ്റ്റ് കപ്പിളിന് പ്രൈസ് ഉണ്ട്, അതുകൊണ്ട് എല്ലാവരും കപ്പിൾസ് ആയിട്ട് സ്റ്റേജിലേക്ക് വരണം.
പോകുമ്പോണ്. റെഡി, 1, 2, 3. തോമസ് ജോർജ് എങ്ങനെയാണ് തോമസ് ആൻഡി. നല്ലൊരു കൈയടിയോടെ, നല്ലൊരു കൈ. അടുത്തതായിട്ട് നമ്മുടെ പാരമ്പര്യ കളിയായ മ്യൂസിക്കൽ പെണ്ണിന്റെ നടനടയ്ക്ക് താളം, പെൺപൂവിൻ ഇതളിലുണ്ട് താളം, പെൺമോഹം അഴക് തഴുകും താളം, ചിരിപ്പ് താളം, നടപ്പ് താളം, പെൺവഴക്കടിച്ചാലതും താളം, പെണ്ണോടിടയും മുളകമതാളം. പറക്കണ പൂവേ 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 കളറാവട്ടെ, ചിരി 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 ചിരിക്കണ ചുണ്ടേ ചുണ്ടേ. മുല്ല 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 മുടിമേലെ മണം പറത്തണം, മെല്ലെ 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 മലയാളക്കരയിളക്കണം, നില്ല 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 വിളമ്പാനായില നിര മൂട്, പായസം മൂട്, ഏത് മൂട്, പപ്പടം മൂട്, ഏത് മൂട്, ഏത് മൂട്, അത്ത മൂട്, ഏത് മൂട്, പൂക്കള മൂട്, ഏത് മൂട്, മുണ്ട് മൂട്, ഏത് മൂട്, സാരി മൂട്, പായസം മൂട്, ഏത് മൂട്, പപ്പടം മൂട്, ഏത് മൂട്, ഒളി മൂട്. ഫസ്റ്റ് പ്രൈസ് വിന്നർ ജഹോഷ്. നടന്നോ നടന്നു, നടക്ക് നടക്ക്. സ്പീഡില് ഓക്കെ. ആരാണ്ട് ഒരാൾ ഔട്ട്. എല്ലാവരും കൈവിട്ടു. ഒരാൾ ഔട്ടായ ആൾ മാറിക്ക്. ബാക്കി നെഗോസിയേഷൻ ഒക്കെ പിന്നീട്. ജോൺസൺ സ്പീഡ് നടക്ക്, ശോഭനാഥ് നിർത്തിക്കാതെ. ആഹാ, യെസ്, അനിൽ ചാനാണ് ഔട്ട്. കൈവിട്ടു. മ്യൂസിക് പുറകിൽ ഒരാൾ അമ്മാമ മാറിക്കൂ. കൈവിട്ടു, പുറകിൽ ഒരാൾ മാറിക്കോ. ഇച്ചിരി ഗ്യാപ്പ് ഇട്ടോ വേറെ പുറകിലോട്ട്. ഓക്കെ, മ്യൂസിക് മ്യൂസിക്. ഓക്കെ, നടന്നോ. പ്രകാശ ഓടിക്കൂ, പ്രകാശാന ഓടിക്കൂ. നോ സെലക്ഷൻ, ഓടിക്കൂ. യെസ്, പതിവിച്ച ബാഡ് ലക്ക്. പുറകിൽ ഒരാൾ മാറിക്കോ. ഗ്യാപ്പിട്ട്. മ്യൂസിക്. ഓക്കെ, മ്യൂസിക്. ജോൺസൺ ഡയലോഗ് എടുത്തിരിക്കാം, ഓടിക്കേ. പങ്കെടുത്ത ആണുങ്ങൾ ആരും പോലെ അടുത്ത നിങ്ങൾ നടത്തിയിരിക്കേണ്ടതില്ലേ. പ്രകാശ്
പ്രകാശ ജസ്റ്റ് മിസ് പറയുന്ന കുഞ്ഞോളമാമ മാറിക്കോ. രണ്ടുപേരെ ബാക്കി. ഓക്കെ, എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിച്ചേ. യെസ്, ജോൺസൺ ജസ്റ്റ് മിസ്. ഓക്കെ, ജസ്റ്റ് മിസ്. അമ്മ മാറിക്കോ. അപ്പൊ ഒരാള് ഫൈനലാണ്. ശരി, സൂക്ഷിക്കുന്നോടെ 2 പേര് ചുറ്റിലും കറങ്ങുന്നുണ്ട്. സൂക്ഷിക്കുന്നോളുക. നമുക്ക് എള്ളിടാതെ വേണം നിങ്ങൾ ജയിക്കാനേ. അജേഷിനെ തോപ്പിട്ടുകൊണ്ട് കൊച്ചു വാങ്ങിച്ചാൽ ഷീജമാമയ്ക്ക് പെട്ടെന്ന് മെസ്സേജ് ഇടുക. ഇനി വേദിയിൽ വിസ്മയിക്കാൻ പോകുന്നത് നമ്മുടെ സീനിയർ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു കോൽക്കൊട്ടി പാട്ടാണ്. എന്റെ ദൈവമേ, ലോകം മുഴുവൻ വിറപ്പിച്ചുകൊണ്ടല്ലേ ഗോലിയാത്ത് വന്നത്. നേരിടാൻ ചങ്കുറപ്പുള്ള ഒരൊറ്റൊരുത്തനും ഇസ്രായേലിലെങ്ങും ഇല്ലതാനും. എന്താ ചെയ്യുക അല്ലേ? അപ്പോൾ ദാ വരുന്നു. ആരാ? ഇടയ പയ്യനായ ദാവീദ്. ഈ മല്ലനോട് ഇവനെന്ത് ചെയ്യാനാ? നമുക്ക് കാത്തിരുന്ന് കാണാം. നല്ല മല്ലനായ ഗോലിയാത്ത് തന്റെ രൂപം, നല്ല മല്ലനായ ഗോലിയാത്തു തന്റെ രൂപം, കണ്ട ദേവി രണ്ട് പോയി മർത്യജാലം, കണ്ട ദേവി രണ്ടു പോയി മർത്യജാലം. നല്ല മല്ലനായ ഗോലിയാത്ത് തന്റെ രൂപം, നല്ല മല്ലനായ ഗോലിയാത്തു തന്റെ രൂപം, കണ്ട ദേവി രണ്ട് പോയി മർത്യജാലം, കണ്ട ദേവി രണ്ടു പോയി മർത്യജാലം. കൊല്ലുമെന്ന് കൂകിയാത്ത ഭീകരനെ കണ്ട്, കൊല്ലുമെന്നു കൂകിയാത്ത ഭീകരനെ കണ്ട്, വലിയ വീമ്പിളക്കിയോരു അങ്ങ് ദൂരെയായി, വലിയ വീമ്പിളക്കിയോരു അങ്ങ് ദൂരെയായി. കല്ല് പോലുറച്ച നെഞ്ച് നല്ല പോൽ വിരിച്ച്, കല്ലുപോലുറച്ച നെഞ്ച് നല്ല പോൽ വിരിച്ച്, പല്ലിളിച്ച് കൊലവിളിച്ചു നിന്നു ഗോലിയാത്തും, പല്ലിളിച്ചു കൊലവിളിച്ചു നിന്നു ഗോലിയാത്തും. ആരുമില്ലവന്റെ മുമ്പിലൊന്നു ചെന്നു നിൽക്കാൻ, ആരുമില്ലവന്റെ മുമ്പിലൊന്നു ചെന്നു നിൽക്കാൻ, ഇസ്രയേല് തോറ്റു തുന്നം പാടുമെന്നുറപ്പായി, ഇസ്രയേല് തോറ്റു തുന്നം പാടുമെന്നുറപ്പായി. എന്തു ചെയ്യുമെന്ന ചിന്തയാലേ, എന്തു ചെയ്യുമെന്ന ചിന്തയാലേ, വെന്തു നൊന്തു നീരിടുന്നു രാജരാജനുള്ളം, വെന്തു നൊന്തു നീരിടുന്നു രാജരാജനുള്ളം. ഒക്കെ ദൂരെ നിന്ന് കണ്ട കൊച്ചു പയ്യൻ ദാവീദ്, ഒക്കെ ദൂരെ നിന്നു കണ്ട കൊച്ചു പയ്യൻ ദാവീദ്, തക്ക നേരം നോക്കി വന്നു മന്നവന്റെ മുന്നിൽ, തക്ക നേരം നോക്കി വന്നു മന്നവന്റെ മുന്നിൽ. അങ്ങനുവദിച്ച
വധിച്ചു യാത്രയാക്കുമെന്നതായാൽ എങ്ങനെയും ഇന്നിവന്റെ കഥ കഴിച്ചിടും ഞാൻ കൊച്ചു പയ്യനെന്തു പറ്റി എന്നതായി രാജൻ പൂച്ചയോട് ചുണ്ടലിക്ക് പൊരുതി വിജയമുണ്ടോ എങ്കിലും അധീരനായി മാറിയില്ല ദാവീദ് ചങ്കുറപ്പ് കാട്ടുമെന്നുറക്കയങ്ങ് ചൊല്ലി തന്റെ തൊപ്പി കവചമൊക്കെ പയ്യനേകി മന്നൻ എങ്കിലും അവകളൊക്കെ മാറ്റിവെച്ചു പയ്യൻ വടിയെടുത്തു ചടുലമായി ചുവടുവെച്ചു ദാവീദ് കുടലുമാല കീറുവാൻ വരുന്നവന്റെ നേരെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കല്ല് സഞ്ചിയിൽ കരുതി വെച്ച് കവണിയോടെ കേറി വന്നു ദാവീദ് ചാകുവാനുറച്ചു കൊച്ചനെത്തിടുന്ന നേരം കൂകിയാർത്ത് കൊണ്ടു പാഞ്ഞെടുത്തുവല്ലോ മല്ലൻ ദൈവനാമമുള്ളിലോർത്തു ധീരനായി ദാവീദ് എയ്തു കല്ല് കവണി കൊണ്ടവന്റെ നെറ്റി നോക്കി അഷ്ടദിക്ക് പൊട്ടുമാറ് നിലവിളിച്ചു മല്ലൻ വെട്ടിയിട്ട വാഴ പോലെ താഴെ വീണ് ചത്തു കുന്തമല്ല വാളുമല്ല ദൈവമാണു ശക്തി ദൈവമുണ്ട് കൂടെയെങ്കിലെപ്പോഴും ജയിക്കാം ദൈവമുണ്ട് കൂടെയെങ്കിലെപ്പോഴും ജയിക്കാം ഒരു പാട്ട് പാടാം നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ എനിക്കായി നീ ചെയ്തൊരു ഡിഷസിനാണ് നമ്മൾ പ്രൈസ് കൊടുക്കുന്നത്. 3 ഫസ്റ്റ് തന്നെയാണ്, 1ാമത് ആയിട്ട് വന്നിരിക്കുന്നതാണ്.
ഓലനാണ് ലതാന്റി ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനുള്ള ഫസ്റ്റ് പ്രൈസ്, അതിനുള്ള പ്രൈസാണ് ഇപ്പൊ കൊച്ചമ്മയുടെ കയ്യിൽ നിന്ന് കൈപ്പറ്റുന്നതാണ്. രണ്ടാമത്തെ കൂട്ടുകറി അത് മിനി മാത്യു. അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഐറ്റമാണ് അടപ്രഥമൻ പ്രൈസ് ഇട്ടിരിക്കുന്നത് റെജീന അലക്സാണ്ടർക്കാണ്. പിന്നെ ഒരു പ്രത്യേക ജൂറി അവാർഡുകളുണ്ട്. അത് സ്വീകരിക്കുന്നതിനായി മിസസ് രേവതി റേച്ചൽ ഐപ്പിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇതിങ്ങനെ ആശംസ പറയേണ്ടിയിരുന്നത് അനീഷച്ചനായിരുന്നു. അച്ഛനെ ഒരു വാക്ക് പറഞ്ഞ് ശാമലച്ചൻ പ്രാർത്ഥിക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് ഒത്തിരി സന്തോഷം. നിങ്ങളുടെ പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കാനും നിങ്ങളുടെ മത്സരങ്ങളൊക്കെ കാണുവാനും സാധിച്ചുവല്ലോ. നിങ്ങളുടെ എല്ലാ സ്നേഹത്തിനും പ്രത്യേകിച്ച് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്, പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കുക. നിങ്ങളുടെ എല്ലാ കരുതലിനും പ്രത്യേകമായ സന്തോഷം അറിയിക്കുന്നു. നിങ്ങളുടെ പ്രോഗ്രാമിന് എല്ലാവിധമായ ആശംസകളും അറിയിക്കുന്നു. പ്രത്യേകമായ നന്ദി അറിയിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിന് നിങ്ങളുടെ ഈ കൂട്ടായ്മ ഏറ്റവും ഭംഗിയായി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകളെ നിർത്തുന്നു. താങ്ക് യു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പരമപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു രാത്രിയാമത്തിനായി വീണ്ടും നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സീനിയർ സിറ്റിസന്റെ ആഭിമുഖ്യത്തിലുള്ള സമയത്ത് കർത്താവെ, ഇത്രയും പേർക്ക് ഒരുമിച്ച് കടന്നു വന്ന് ഈ ഒരു സെലിബ്രേഷനിൽ പങ്കെടുക്കുവാൻ അവിടെ നിരയാക്കിയ നല്ല കുറവുകൾക്കായിട്ട് സ്തോത്രം. പ്രായം വർദ്ധിക്കും തോറും പക്വത നൽകി നല്ല പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്ന നല്ല കുറവുകൾക്കായിട്ട് സ്തോത്രം. കർത്താവിനകരം നാളിതുവരെയും വ്യാപരിച്ച എല്ലാ നല്ല ദൈവങ്ങൾക്കായിട്ട് സ്തോത്രം. അനേക വർഷങ്ങളായി ബഹ്റിൻ്റെ പ്രദേശത്ത് കുടുംബമായിട്ട് വസിച്ച് ജോലി ചെയ്യുവാൻ കൂട്ടായ്മ ആചരിപ്പാൻ തക്കൊണ്ണം നമ്മുടെ പ്രിയപ്പെട്ടവരെ അവിടെ നിരയാക്കുന്ന കുറവുകൾക്കായിട്ട് സ്തോത്രം. വാർദ്ധക്യത്തിലും നിരയോളം കാലം ഞാൻ നിന്നെ ചുമക്കാമെന്ന് വാഗ്ദാനം ദൈവം നീയാക്കിയാൽ സ്തോത്രം. നിന്റെ കാരുണ്യം നിങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരോടും അവിടുത്തെ കൃപയും സാന്നിധ്യം കൊണ്ടാണെന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ പ്രാരംഭം മുതൽ നിമിഷം വരെയും വ്യാപരിച്ച എല്ലാ നില ദൈവങ്ങൾക്കായിട്ട് സ്തോത്രം. നല്ല കൂട്ടായ്മയിൽ പങ്കെടുക്കുവാനും ഗെയിംസൊക്കെ കളിക്കുവാനും അതിലുപരിയായി കർത്താവെ ദൈവത്തിൽ സന്തോഷം കണ്ടെത്തുവാനും ഞങ്ങൾക്ക് നല്ല ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് വരുവാൻ നോക്കണം. അവരെ ശക്തീകരിച്ച നല്ല കൃപകൾക്കായിട്ട് സ്തോത്രം. നേതൃത്വം നൽകുന്ന എല്ലാ ഭാരവാഹികളോടും അവിടുത്തെ കൃപയും സാന്നിധ്യങ്ങളും ഉണ്ടാകണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നേതൃത്വം നൽകുന്ന ബിജു അച്ഛനോടും കുടുംബത്തോടും നിന്റെ കൃപ ഉണ്ടാകണമേ. ശുശ്രൂഷകളൊക്കെ മാനിക്കണമേ. ഞങ്ങളൊപ്പം ആയിരിക്കും അനീഷച്ചന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കൾ 11 വർഷം വിവാഹ ജീവിതത്തിൽ പൂർത്തീകരിച്ച് കുടുംബജീവിതത്തിൽ 12ാമത്തെ വർഷത്തിലേക്ക് നിന്റെ മക്കൾ പ്രവേശിക്കുന്നു. ദൈവം എത്ര നല്ലവനും വിശ്വസനുമായിരുന്നു. വിളിച്ചവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് വിവിധയിടങ്ങളായി ശുശ്രൂഷ ചെയ്യുവാൻ, ഈ നാളുകളിൽ സെൻറ്റ് പോൾസ് ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുവാൻ അച്ഛനെ കുടുംബമായിട്ട് ഒരുക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. പ്രവേശിക്കുന്ന പുതുവർഷം അനുഗ്രഹത്തിന് മുഖാന്തരമാക്കി തീർക്കണമെന്ന് ഓർത്തും പ്രാർത്ഥിക്കുന്നു. സൂസി ആൻറ്റിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഇന്ന് ആയുസ്സിൽ ഒരു പുതിയ വയസ്സിലേക്ക് പ്രവേശിപ്പാൻ പിന്നെ ദാസ്യം ശക്തീകരിച്ച കൃപകൾക്കായിട്ട് സ്തോത്രം. ഇവിടെ തലവണക്കിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും അവിടുത്തെ കൃപയും സാന്നിധ്യം ഉണ്ടാകണമെന്ന് ഓർത്തും പ്രാർത്ഥിക്കുന്നു. ഭാരവാഹികളെ ഓർത്തും പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളെയും ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. ഞങ്ങൾക്ക് ലഭിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തോടൊക്കെയും അത് കർത്താവെ പ്രിപ്പയർ ചെയ്ത് കടന്നു വരുവാന്നൊക്കെ കൊണ്ടും ഓരോരുത്തരും ശക്തീകരിച്ച കൃപകൾക്കായിട്ട് സ്തോത്രം. പക്ഷേ ചങ്കിക്കടെ ജീവിപ്പാൻ മനുഷ്യമെന്ന് ഇനി ഞങ്ങളോട് സഹായിക്കണമെന്ന് ഓർത്തും പ്രാർത്ഥിക്കുന്നു. നൽകിയ നല്ല കൂട്ടായ്മയ്ക്കായിട്ട് സ്തോത്രം. പിരിഞ്ഞു പോകട്ടെ കർത്താവ്. പെരിയാത്ത കൃപയും സാന്നിധ്യം കൂടെ ഇരിക്കണം. യേശു മശിഹാമൂലം യാചിക്കുന്നവരുടെ കേൾക്കുമാറാകണമേ. ആമേൻ. പിതാവ് പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും സീനിയർസിൻ്റെ എല്ലാ കുടുംബങ്ങളോടും ഇപ്പോഴും നീക്കുണ്ടാക്കി മാറാകട്ടെ. ആമേൻ. ഗുഡ് ഈവനിങ് എവരി വൺ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പിൻ്റെ ഈ വർഷത്തെ ഫാമിലി ഗെറ്റ് ടുഗദർ ഇന്നിവിടെ നടക്കുകയാണല്ലോ. അതിൽ പങ്കെടുക്കുന്ന എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുകയാണ് എന്നിൽ അർപ്പിച്ചിരിക്കുന്ന കടമ. ആദ്യമായി നമ്മുടെ വികാരി ബഹുമാനപ്പെട്ട ബിജു ജോൺ അച്ഛനും കുടുംബത്തോടുമുള്ള നന്ദി അറിയിക്കുന്നു. അച്ഛൻ നൽകുന്ന നല്ല ലീഡർഷിപ്പിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഗസ്റ്റായി വന്നിരിക്കുന്ന സെൻറ്റ് പോൾസ് വികാരി അനീഷ് സാമുവൽ ജോൺ അച്ഛനോടും കുടുംബത്തോടുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം അച്ഛൻ ഫെലിസിറ്റേഷനും നന്ദി അറിയിക്കുന്നു. നമ്മുടെ അസിസ്റ്റന്റ് വികാർ സാമുവൽ വർഗീസ് അച്ഛനും കുടുംബത്തിനും നന്ദി അറിയിക്കുന്നു. അച്ഛൻ സീനിയർ സിറ്റിസൺ സംഘടനകൾ നൽകുന്ന എല്ലാ പ്രോത്സാഹനത്തിനും നന്ദി പറയുന്നു. ഇടവക ഓഫീസ് ബെയറേഴ്സ്, ഇന്ന് പങ്കെടുക്കുന്ന എല്ലാ സീനിയർ സിറ്റീസ് ഓഫീസ് ബെയറേഴ്സ്, കമ്മിറ്റി മെമ്പേഴ്സ്, എല്ലാ കുടുംബങ്ങളോടുള്ള നന്ദി അറിയിക്കുന്നു. ഇന്ന് ഇവിടെ പങ്കെടുക്കുന്ന എല്ലാ അതിഥികൾക്ക് നന്ദി പറയുന്നു. പ്രത്യേകമായി പറയാനുള്ളത് ഇന്നിവിടെ കൊണ്ടുവന്നിരിക്കുന്ന രുചികരമായ ഹോംലി ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവരോടുമാണ്. എല്ലാം രുചികരമായ ഡിഷസ് ആയിരുന്നു എന്ന് ജഡ്ജസ് അഭിപ്രായപ്പെട്ടത്.
ചില പ്രോത്സാഹന സമ്മാനങ്ങൾ മാത്രം നൽകുകയുണ്ടായിട്ടുള്ളൂ. എല്ലാം രുചികരമായിട്ടുള്ള ഭക്ഷണങ്ങൾ തന്നെയായിരുന്നു. അവരോടുള്ള നന്ദി പ്രത്യേകമായി അറിയിക്കുന്നു. ഇന്ന് ജഡ്ജസായി സഹായിച്ച കൊച്ചമ്മമാരോടുള്ള നന്ദി അറിയിക്കുന്നു. വളരെ ഡിഫിക്കൽട്ട് ടാസ്ക് ആയിരുന്നു പറഞ്ഞ, കാരണം എല്ലാം രുചികരമായിട്ടുള്ള ഭക്ഷണമായിരുന്നവർ. ഇന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ യൂത്ത് യൂണിയൻ അംഗങ്ങളോടുള്ള നന്ദി അറിയിക്കുന്നു. ഇന്ന് നമുക്ക് 2 സൺഗ്ലാസ് സ്പോൺസർ ചെയ്തു എന്ന റെജിറ്റി എബ്രഹാം ക്ലിയർ വിഷനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഫോട്ടോസ് എടുത്ത് സഹായിക്കുന്ന അലസ് വർഗീസ്, വീഡിയോ എടുത്ത് സഹായിക്കുന്ന ജയൻ എന്നിവരോട് നന്ദി അറിയിക്കുന്നു. അതേപോലെ കെയർ ടേക്കേഴ്സായിരിക്കുന്ന ഹനുമന്ത, മഹേഷ്, നമുക്ക് എല്ലാ സഹായം ചെയ്യുന്നവരോടുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. എനിക്ക് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എനിക്ക് പ്രത്യേകമായി നന്ദി പറയാനുള്ള 2 പേരാണ്. ഒന്ന്, ഇതിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ഐപ്പ് വർഗീസ്. കഴിഞ്ഞ 1 മാസമായി ദിവസവും ഒരു 10-15 പ്രാവശ്യമെങ്കിലും ഞങ്ങൾ ഓരോ ദിവസവും ടെലിഫോൺ ചെയ്ത് ഇതിൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കുമായിരുന്നു. ഐപ്പിലൂടെ ലഭിച്ച എല്ലാ സഹായം, ഞാൻ കൺവീനറാണെങ്കിലും ഐപ്പിൽ നിന്ന് ലഭിച്ച എല്ലാ സഹായങ്ങൾക്കും ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം എടുത്തു പറയാനുള്ളത്, സീനിയർ സിറ്റിസണായി ഉഴപ്പിയാണെന്ന ഞങ്ങളെ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഞങ്ങളെ പരുവപ്പെടുത്തിയെടുത്ത് ഈ ഞങ്ങളുടെ ഇന്നത്തെ പ്രോഗ്രാം ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ കൊറിയോഗ്രാഫി ചെയ്തു എന്ന രേവതി അയ്യപ്പനോളം നന്ദി അറിയിക്കുന്നു. ഇതിനോടൊപ്പം ഞങ്ങളുടെ സെക്രട്ടറി പറയുണ്ടായി, മറ്റുള്ള സംഘടനകളിലേക്കുള്ള ബുക്കിംഗ് വേണമെങ്കിൽ നമുക്ക് ഇനി സ്വീകരിക്കാം. പ്രത്യേകിച്ച് ഫോറിൻ ട്രിപ്പ് വല്ലതും കിട്ടുവാണെന്ന് അതിന് മുൻഗണന കൊടുക്കണമെന്നും പറയുന്നതാണ്. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. അതേപോലെ MC ആയി പ്രവർത്തിക്കുന്ന ജോമോൻ, അതേപോലെ സേറ അലക്സൺ നന്ദിയും അറിയിക്കുന്നു. താങ്ക് യു. in the court,
തുല്യനായി ആരുമില്ല. കീർത്തിക്കും ഞാൻ എന്നേശുപരാ. കർത്തനു തുല്യനായി ആരുമില്ല. മഹിമയിൽ പ്രഭുതാൻ മഹത്വത്തിൽ യോഗ്യൻ ബാലകം പുകഴ്ചയും യേശുവിന്. മഹിമയിൽ പ്രഭുതാൻ മഹത്വത്തിൽ യോഗ്യൻ ബാലകം പുകഴ്ചയും യേശുവിന്. യേശുനാഥാ ദൈവം, യേശുനാഥാ ആശ്രയം, യേശുനാഥാ ശൈലവും എന്റെ കോട്ടയും മാത്രമേ. യേശുനാഥാ